ഹലോ എവ്രി വൺ, വെൽക്കം ടു ചിത്രവസ്ത്ര. പ്രൊക്രിയേറ്റ് മലയാളം ട്യൂട്ടോറിയൽ ചാനലായ ചിത്രവസ്ത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രൊക്രിയേറ്റ് ആപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെയേഴ്സിനെ കുറിച്ചിട്ട് പഠിക്കാം. ലെയേഴ്സ്. അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുൻപ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ലെയേഴ്സ് പറയുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രോക്കി എങ്ങനെ നമുക്ക് പ്രൊക്രിയേറ്റ് ഉപയോഗിച്ച് വരയ്ക്കാം എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഈ ലെയേഴ്സ് നമുക്ക് ഒറ്റ ഒരു വീഡിയോയിൽ എല്ലാ ലെയേഴ്സിൻ്റെ A to Z പറയാന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള കാര്യമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ലെയേഴ്സിൽ നമ്മളൊരു ബിഗിനർ എന്നുള്ള രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ. എന്തിനാണ് നമുക്ക് ഇങ്ങനെ ലെയേഴ്സ് ഇതിലുള്ളത്, മൾട്ടിപ്പിൾ ലെയേഴ്സിൻ്റെ ഉപയോഗം എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഞാനിതിൽ പറയുന്നത്. അതുകൂടാതെ നമുക്ക് ക്രോക്കി എങ്ങനെ ഇതിലേക്ക് വരയ്ക്കാം, പ്രൊക്രിയേറ്റിൽ വരയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ടു ചിത്രവസ്ത്ര. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ലെയർ പഠിക്കാം. ആദ്യം ഞാനിവിടെ ഒരു സ്ക്വയർ ക്യാൻവാസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. 300 DPI ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ക്യാൻവാസ് എങ്ങനെ സെലക്ട് ചെയ്യാം, ഏത് കളർ പ്രൊഫൈൽ എടുക്കണം, ഡയമെൻഷൻ എങ്ങനെ സെറ്റ് ചെയ്യണം, ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ അത് കാണുക കേട്ടോ, ആ വീഡിയോസ് കാണുക. അപ്പം ഞാനൊരു സ്ക്വയർ ക്യാൻവാസ് സെലക്ട് ചെയ്തു. ഇനി ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു ക്രോക്കി ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം അതെങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് എൻ്റെ ഗാലറിയിലാണ് ഉള്ളത്. അപ്പം ഞാനിവിടെ ആക്ഷൻസിൽ പോയിട്ട് ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് ഇപ്പോൾ ഇൻസേർട്ട് എ ഫയൽ, ഇൻസേർട്ട് എ ഫോട്ടോ, ടേക്ക് എ ഫോട്ടോ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം അല്ലേ. ഈ കട്ട് കോപ്പി ഇതിനെ കുറിച്ചെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഓപ്ഷൻസ് ആണ് പറയുന്നത്. ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഫോട്ടോ, എൻ്റെ ഗാലറിയിലാണ് ആ ഇമേജ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഈ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്ത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ളത് ഫയലിലാണെങ്കിൽ നിങ്ങൾ എന്താ ക്ലിക്ക് ചെയ്യേണ്ടത്, ഫയലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എവിടെയാണ് ഫോട്ടോ സേവ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടെ നിന്ന് അത് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ലെയർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ലെയർ ഓപ്ഷൻ. അപ്പോൾ ആ ലെയർ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ കാണാം, ബാക്ക്ഗ്രൗണ്ട് കളർ വന്നു, ലെയർ 2 എന്ന് വന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഇപ്പം വൈറ്റ് ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ എന്താക്കാം, ബ്ലാക്ക് ആക്കാം. ഇനി നിങ്ങൾക്ക് റെഡ് വേണമെങ്കിൽ റെഡ് ആക്കാം. അപ്പോൾ ഏത് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് വേണ്ട എങ്കിൽ ഇത് ഹൈഡ്, ഈ ലെയർ ഹൈഡ് ചെയ്താൽ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് പോവും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഓപ്ഷൻസ്, ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കാണാം ഈ ലെയർ 2 എന്ന് പറഞ്ഞ ലെയറിലാണ് ഈ ഒരു ഇൻസേർട്ടഡ് ഇമേജ് വന്നിട്ടുള്ളത്. ചിലപ്പോൾ ഇൻസേർട്ടഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഞാൻ ഈ ഒരു ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ ട്രേസ് ഔട്ട് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോക്കി അവനവന് വേണമെങ്കിൽ ഒരു പ്ലെയിൻ ക്യാൻവാസിൽ വരച്ചെടുക്കാം. ഓക്കെ, അത്ര കോൺഫിഡൻ്റ് ആണെങ്കിൽ വരച്ചെടുക്കാം. വരയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ അതാ ഞാൻ പറഞ്ഞ, ഈ പ്രൊക്രിയേറ്റ് പഠിക്കണമെങ്കിൽ അങ്ങനെ വലിയ കലാകാരന്മാരാവണം എന്നൊന്നുമില്ല. നമുക്കിതുപോലെ ട്രേസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ആ ഒരു ഇമേജ് നമ്മുടെ ഒരു ഇമേജ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം. ഇപ്പം ഈ ഒരു ലേഡീൻ്റെ ഫേസ് ഇങ്ങനെയാണ് അല്ലേ, ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലൊക്കെയാണ്. ഞാനിത് കംപ്ലീറ്റ് എൻ്റെ ഒരു ക്രോക്കി ആക്കിയിട്ട് മാറ്റിയെടുക്കും. അപ്പം അത് നമ്മുടെ ക്രോക്കി ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാൻ പോവാണ്. പിന്നെ ഞാൻ ഇൻസേർട്ട് ചെയ്തത് ഈ ലെയറിലാണെങ്കിലും ഒരിക്കലും നമ്മൾ ഇൻസേർട്ട് ചെയ്ത സെയിം ലെയറിൽ തന്നെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. അതിൻ്റെ മേലെ വേറൊരു ലെയർ ആഡ് ചെയ്യാം. എന്നിട്ട് ആ ലെയറിൽ വേണം നമ്മൾ പണിയാൻ. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഓരോന്ന്, ഇപ്പോൾ ബോഡി ഒരു ലെയറിൽ ചെയ്യാം, ഹെയർ വേറൊരു ലെയറിൽ ചെയ്യാം. മൾട്ടിപ്പിൾ ലെയേഴ്സിലായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധി. കാരണം നമുക്ക് ആ ലെയർ എടുത്തിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്ക് ആ ലെയർ മാത്രം സെലക്ട് ചെയ്തിട്ട് ചെയ്യാം. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല, ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ വരാം കേട്ടോ.
അപ്പോൾ ഇപ്പം ഞാൻ ഒരു ലെയർ ആഡ് ചെയ്തു. ആ ലെയറിലാണ് ഞാനിപ്പോൾ ഇത് വരയ്ക്കാൻ പോകുന്നത്. പക്ഷെ വരയ്ക്കുമ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ സൂം ചെയ്യുമ്പോഴെല്ലാം എന്താണ് ഇത് എനിക്ക് ഭയങ്കര ക്ലാരിറ്റിയോടുകൂടി കാണുകയാണ് ഞാനല്ലേ. അപ്പോൾ എനിക്ക് ഇത്ര ക്ലാരിറ്റിയോടുകൂടി ഈ ഇമേജ് വേണ്ട, എനിക്ക് ജസ്റ്റ് ട്രേസ് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ലെയറിൽ ഈ എന്ന് കട്ടിയില്ലേ അവിടെ ക്ലിക്ക് ചെയ്തു. ഇപ്പം ഇങ്ങനൊരു ഓപ്ഷൻ വന്നു, ഒപ്പേസിറ്റി എന്ന് കാണാം അല്ലേ. അത് ഞാൻ കുറച്ചു, എനിക്ക് കുറച്ച് കണ്ടാൽ മതി ഈ ഒരു ക്രോക്കിന്. അപ്പോൾ ഇത്ര കണ്ടാൽ മതി, എന്നാലേ എനിക്ക് ഔട്ട്ലൈൻ ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നുള്ള എല്ലാം മനസ്സിലാവുള്ളൂ. അതിനു വേണ്ടി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവിടെ എന്ന് വെക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഇത് നോർമൽ എന്ന് പറഞ്ഞ ഒരു ഇത് ഓപ്ഷനിലാണ് ഇത് കിടക്കുന്നത് അല്ലേ. ഇതിനിപ്പോൾ ലൈറ്റ് എന്ന് പറഞ്ഞത് എടുക്കുകയാണെങ്കിൽ ഇവിടെ LI നായി, ഇത് സ്ക്രീൻ ചെയ്യുകയാണെങ്കിൽ സ്ക്രീനായി, കളർ ഡോഡ്ജ്, ആഡ്, ലൈറ്റർ കളർ, ഓവർലേ, ഇങ്ങനെ പലതും നിങ്ങൾക്ക് കാണാം. അതിനനുസരിച്ച് ഇവിടെ മാറ്റം വരുന്നതും കാണാം അല്ലേ. അപ്പോൾ അതാണ് ഈ സംഭവം. ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ ഓരോന്നായിട്ട് ഇങ്ങനെ പതുക്കെ പറയാം. ഇപ്പം ജസ്റ്റ് ഞാൻ ഒപ്പേസിറ്റി, ഈ ലെയറിൻ്റെ ഒപ്പേസിറ്റി എങ്ങനെ കുറയ്ക്കുന്നു എന്നുള്ളത് നമ്മൾ ഇതാ ജസ്റ്റ് ഈ ലെയർ സെലക്ട് ചെയ്യുക, ഒപ്പേസിറ്റി കുറയ്ക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ ഈ ലെയർ 2 എടുത്തു. ഈ ലെയർ 2ൻ്റെ പേര് ഞാൻ മാറ്റുകയാണ്, റീനെയിം ചെയ്യാണ്, ക്രോക്കി ഔട്ട്ലൈൻ എന്ന് കൊടുക്കണം കേട്ടോ. ക്രോക്കി ഔട്ട്ലൈൻ അങ്ങനെ കൊടുത്തു. ഓക്കെ, ഈ ഏത് ലെയറിലാണോ നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്നത് ആ ലെയർ സെലക്ട് ചെയ്തിട്ട് വേണം അതിൻ്റെ മേലെ എന്തെങ്കിലും ചെയ്യാൻ. ഇതിൽ ഇങ്ങനെ ഈ ബ്ലൂ കളറിൽ ഇത് ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ മേലെ ചെയ്താൽ പിന്നെ ഈ ലെയറിലായിരിക്കും നമ്മൾ ചെയ്യുന്നതെല്ലാം വരിക. ഓക്കെ, അപ്പം ഞാൻ ഇത് സെലക്ട് ചെയ്തു. ഇതിൽ ഞാനൊരു ഒരു ബ്രൗൺ കളർ, ഡാർക്ക് ബ്രൗൺ കളർ ഔട്ട്ലൈനാണ് കൊടുക്കുന്നത്. ഞാൻ ഇതിൽ ക്ലാസിക് ലൈബ്രറിയിൽ ഇങ്കിങ്ങിൽ ടെക്നിക്കൽ പെന്നാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. ഇത് ബ്രഷ് സൈസാണ് കേട്ടോ. ഓക്കെ, ബ്രഷ് ഇപ്പം ഇങ്ങനെ ഏത് സൈസ് വേണമെന്നുള്ളത് നമുക്ക് ഇങ്ങനെ നോക്കാം. അപ്പം ഞാൻ ഈ ഒരു സൈസ് എടുത്തു. ഇത് ബ്രഷിൻ്റെ ഒപ്പേസിറ്റിയാണ്. കണ്ടോ, ബ്രഷിൻ്റെ ഒപ്പേസിറ്റി കുറഞ്ഞില്ല, ആ കട്ടി, ആ തിക്നെസ്, അതാണിത് വരുന്നത്. അപ്പം ഇത് ഞാൻ ഒപ്പേസിറ്റി 100%, എനിക്ക് നല്ല ഡാർക്കായിട്ട് തന്നെ കാണണം, അതുകൊണ്ട്. സോ നമ്മളിത് കംപ്ലീറ്റ് ട്രേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ട്രേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രേസ് ചെയ്തത് ഇതിലാണ് കിടക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, എനിക്കിതിപ്പോൾ വേണ്ട, കാരണം ഞാൻ ഈ ഒരു പെൺകുട്ടിയല്ല വരയ്ക്കാൻ പോകുന്നത്. ഞാൻ ഈ ജസ്റ്റ് ഈ പോസ് മാത്രം എടുത്തു എന്നേ ഉള്ളൂ. ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ക്രോക്കി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹെയർ ആണെങ്കിൽ എല്ലാം ഞാൻ മാറ്റാൻ പോവാണ്. അപ്പോൾ ഞാൻ ഈ ലെയർ എടുത്തു, സെലക്ട് ചെയ്തു, ഇതെടുത്തു, ജസ്റ്റ് ഇവിടേക്ക് ഇതാ ഇങ്ങനെ മാറ്റി വെച്ചു കേട്ടോ. എനിക്കപ്പോൾ എന്തായി, ഈ ഇത് വേറെയും എൻ്റെ ഔട്ട്ലൈനും എനിക്കിതാ ഇങ്ങനെ കിട്ടി. ഇപ്പം ഞാൻ ഔട്ട്ലൈൻ ട്രേസ് ചെയ്ത് വെച്ച സാധനമാണ് ഇത്. ആ ഒരു ലെയർ വേറെ. അപ്പം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒപ്പേസിറ്റി കൂട്ടി. അപ്പം ഇങ്ങനെ എനിക്ക് കിട്ടി. ഞാനിത് നോക്കിയിട്ടിങ്ങനെ ജസ്റ്റ് ആ ഷെയ്ഡിങ് ഒക്കെ ഒന്ന് കറക്റ്റാക്കി അങ്ങനെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ക്രോക്കി ഔട്ട്ലൈൻ ചെയ്തു അല്ലേ. അപ്പോൾ ഔട്ട്ലൈൻ ചെയ്തെടുത്തു, നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു, എല്ലാം ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കളർ ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ലെയർ കൊടുത്തു. ഞാൻ ഓരോന്ന് കളർ ചെയ്യുന്നത് വേറെ വേറെ ലെയേഴ്സിലായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ലെയറിൻ്റെ പേര്
ബോഡി റെൻഡറിങ് അങ്ങനെ ആക്കി. ഔട്ട്ലൈൻ ഞാൻ വേറെ ലെയറിൽ കൊടുത്തു. റെൻഡർ ചെയ്യുന്നത് ഞാനിപ്പം ഈ ഒരു ലെയറിൽ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഏത് ലെയറിലാണ് ചെയ്യുന്നത് എന്ന് ഒന്ന് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഫേസ് കളർ കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഞാൻ ഈ ഒരു ഏത് കളറാണ്, നമുക്ക് കുറച്ച് ഡാർക്ക് ഈ ഒരു കളർ സെലക്ട് ചെയ്തു. ജസ്റ്റ് എനിക്ക് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു കളർ പാലറ്റ് എടുത്തിട്ട് ഏത് കളറാണ് വേണ്ടത്, ഞാൻ ജസ്റ്റ് അതിലുള്ള സെയിം കളർ തന്നെ സെലക്ട് ചെയ്യാണ്. ഇതവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വരും. ഈ ഒരു ഓപ്ഷനില്ലേ, ഈ ഒരു സംഭവം, ഇത് കളറ് നമുക്ക് ഏത് ഒരു ലെൻസ് പോലെ വർക്ക് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വെച്ചിട്ട് ആ കളർ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു കളർ സെലക്ട് ചെയ്തു. ബ്രഷ് ഞാൻ വാട്ടർ കളർ സെലക്ട് ചെയ്യാണ് കേട്ടോ. വാട്ടർ കളർ തന്നെ സെലക്ട് ചെയ്യാണ്. എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇപ്പോൾ പെയിൻറ്റിങ്, ക്ലാസിക് ലൈബ്രറിയിൽ പെയിൻറ്റിങ്ങിൽ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. എക്രിലിക് ഉണ്ട്, ഫ്ലാറ്റ് ബ്രഷസ് ഉണ്ട്, ഓയിൽ പെയിൻറ്റിങ് വരുന്നുണ്ട്. അപ്പോൾ എന്ത് വേണമെങ്കിലും. ഇനി അതെല്ലാം നിങ്ങൾക്ക് വേറെ, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു ബ്രഷ് ഏതാ അറിയോ? എയർ ബ്രഷിങ്. എയർ ബ്രഷിങ്ങിൽ സോഫ്റ്റ് ബ്രഷ്, മീഡിയം, ഹാർഡ് ബ്രഷ്, ഇതൊക്കെ ഉണ്ടല്ലോ, നല്ല അടിപൊളി ബ്രഷസ് ആണ്. അപ്പം ഞാനിവിടെ പെയിൻറ്റിങ്ങിൽ വാട്ടർ കളറാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിൽ ഞാൻ സൈസ് ഏകദേശം ഈ ഒരു സൈസ് സെലക്ട് ചെയ്തു. ബ്രഷ് സൈസ് സെലക്ട് ചെയ്തു. ഞാനിത് വരയ്ക്കാൻ പോവാണേ. അപ്പോൾ പെയിൻറ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കണ്ടോ, ഒന്നും വരുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ ഒന്നും. പക്ഷെ നമ്മൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഈ ബ്രഷ്, ഈ പെൻസിലിന് വലിയ ഒരു പ്രഷർ കൊടുക്കുന്നില്ല. ജസ്റ്റ് ഒരു ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ചെറുങ്ങനെ ചെയ്യുന്നുള്ളൂ കേട്ടോ. സോഫ്റ്റായിട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ നടുവിൽ കുറച്ചും കൂടെ ലൈറ്റായിട്ടുള്ള കളർ സെലക്ട് ചെയ്യണേ, നടുവിൽ കൊടുക്കാൻ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യണുള്ളൂ, വലിയ പ്രഷർ കൊടുക്കാതെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെയേഴ്സിലെ ഫേസ് റെൻഡറിങ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ലെയർ കൊടുക്കാം. എന്നിട്ട് ബോഡിക്ക് വേറെ ബോഡി റെൻഡറിങ് എന്ന് പറഞ്ഞിട്ട് വേറെ കൊടുക്കുക. അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് കേട്ടോ. അതിങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങളെ ഇഷ്ടമാണ്. ഓക്കെ, കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള കളറ് ഞാൻ ഇത് ചെയ്ത് വരുമ്പോൾ ഈ ഫേസ് ഒന്നും ആയിരിക്കില്ല. എനിക്കായിട്ട് ഞാനായിട്ട് ഒരു ക്രോക്കി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാവും. ഓക്കെ, ഈ ഫേസ് ആയിരിക്കില്ല. അപ്പം ഇതിൻ്റെ ക്രോക്കിയായി. ഒന്നും നോക്കണ്ട, അത് വൃത്തിയില്ലാത്ത പോലെ ഒക്കെ തോന്നും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ജസ്റ്റ് പെയിൻറ്റ്. ഒന്ന് പേടിക്കേ വേണ്ട കേട്ടോ. ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമ്പോൾ അയ്യോ തെറ്റിപ്പോയല്ലോ, നമുക്ക് കണ്ടു ചെയ്തിട്ട് പിന്നെ റീഡു ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ പേടിയേ വേണ്ട, ജസ്റ്റ് പെയിൻറ്റ്. നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ക്രോക്കിയിൽ സാധാരണ ചെയ്യുക? നടുവിൽ കുറച്ച് ലൈറ്റ് കളറും നമ്മൾ സൈഡിലേക്കായിട്ട് അല്ലേ, ഈ ഒരു ബോർഡറിലായിട്ട് കുറച്ച് ഡാർക്ക് ആക്കി കൊടുക്കും അല്ലേ? അതുപോലെ തന്നെ സെയിം പ്രൊസീജിയർ ഇവിടെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായി? ഒരു വൃത്തിയില്ല, എന്തൊക്കെയോ ഒരു അവസ്ഥ അല്ലേ? നമുക്കത് ക്ലിയർ ചെയ്യാം. അതിനാണ് സ്മാർട്ട് ടൂൾ. അപ്പോൾ ഒന്നും നോക്കാതെ പെയിൻറ് ചെയ്തു എന്ന് ഞാൻ പറയാനുള്ള റീസൺ, നമുക്ക് ബ്ലെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഈ സ്മഡ്ജ് ടൂൾ എടുക്കുക. ജസ്റ്റ് ഭയങ്കര ഇങ്ങനെയൊക്കെ ആയാൽ ഭയങ്കര എല്ലാം വല്ലാത്ത ഒരവസ്ഥയിലെത്തും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സൈസ് മതി സ്മഡ്ജ് ടൂൾ കേട്ടോ. എന്നിട്ട് കുറച്ചും കൂടെ കൂട്ടാം, ഈ ഒരു സൈസ് മതിയേ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് സ്മഡ്ജ് ചെയ്യുക, ബ്ലെൻഡ് ചെയ്യുക. നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് അത് വരുന്നു അല്ലേ?
നിങ്ങൾക്ക് കാണാം ബോർഡർ ഞാനിത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് ഇവിടെ സ്മഡ്ജ് ആവുന്നില്ല. കാരണം എന്താ, നമ്മൾ ബോർഡർ വേറെ ലെയറിലാണ് കൊടുത്തിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താണ്, ഫേസ് ചെയ്ത റെൻഡർ ചെയ്ത ലെയറിൽ മാത്രം സ്മഡ്ജ് ആവണുള്ളൂ. ഈ ഔട്ട്ലൈൻ ചെയ്തത് അങ്ങനെ തന്നെ കാണുന്നുണ്ട് അല്ലേ? അതാണ് ആ ലെയറിന്റെ പ്രത്യേകത. ഇങ്ങനെ ലെയേഴ്സ് ചെയ്യുമ്പോൾ ഒരു ലെയറിൽ ചെയ്ത സാധനം ഇതിൽ എന്തെങ്കിലും നമുക്ക് വ്യത്യാസം വരുത്തണമെങ്കിൽ ആ ലെയറിൽ പോയിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, നമ്മൾ വേറെ ഈ ലെയറിൽ നമ്മൾ കളർ ചെയ്തത് ഈ ലെയറിലായതുകൊണ്ട് നമ്മളിപ്പോൾ പെയിന്റ് ചെയ്യുമ്പോൾ ഈ ലെയറിലേ ആവുള്ളൂ, ഈ ലെയറിൽ അതാവൂല. ഇത് രണ്ടിലും കൂടെ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പിഞ്ച് ചെയ്താൽ ഈ 2 ലെയേഴ്സ് സെയിം ആവും. അല്ലെങ്കിൽ മേർജ് ഡൗൺ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്, അപ്പം മേർജ് ആവും രണ്ടും കൂടെ. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഇപ്പോൾ ഈ ഒരു ഒന്നും ചെയ്യണില്ല, ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാണ്. ഇതേ ലെയറിലാണ് ഞാൻ കളർ ചെയ്യാൻ പോകുന്നത്, കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇത് കണ്ടോ, നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് ആക്കിയപ്പം ഞാൻ എന്തിനാ അത് ഓഫ് ചെയ്തതെന്ന് വെച്ചാൽ ശരിയാണോ ഞാൻ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഈ ബാക്ക്ഗ്രൗണ്ട് കളറിൻ്റെ കളറില്ലേ അത് ഇതിലേക്ക് വരും, അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്തത് കറക്റ്റാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ജസ്റ്റ് ഓഫ് ആക്കിയിട്ട് ഒന്ന് നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വെച്ചിട്ട് അത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ബ്രഷ് എടുക്കുകയാണേ. സോഫ്റ്റ് ബ്ലെൻഡ്, സോഫ്റ്റ് ബ്ലെൻഡ് എയർ ബ്രഷ് എടുത്തു കേട്ടോ. സോഫ്റ്റ് ബ്ലെൻഡ് എയർ ബ്രഷ് എടുത്തുള്ള പ്രത്യേകത എന്താണെന്നോ, നമുക്കിതെല്ലാം നല്ല ബ്ലെൻഡായിട്ട് കിട്ടും. ഓക്കെ, നമ്മൾ ആ മറ്റേ സ്മഡ്ജ് ടൂളിനേക്കാളും കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നമുക്ക് എല്ലാം കിട്ടും. ഇപ്പൊ കണ്ടോ എത്ര പണിയുണ്ട് അല്ലേ? നമ്മൾ ഇങ്ങനെ ഡിജിറ്റൽ ആർട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മളേക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാം, ഇതെന്തൊരു എളുപ്പം എന്ന് വിചാരിക്കും. പക്ഷെ എത്ര ടൈം ടേക്കിംഗ് ആണെന്ന് നോക്കിക്കല്ലേ. പക്ഷെ വൺസ് നമ്മളിതൊന്ന് പഠിച്ചു കിട്ടിയാൽ പിന്നെ നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവൂല കേട്ടോ.
പിന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും, നല്ല രസമാണ് തോന്നും. എവിടെയാണ് ഒരു ഗ്യാപ്പ് കണ്ടു, ഗ്യാപ്പ് ഇങ്ങനെ നമുക്ക് മനസ്സിലാവും. പുറത്തായിക്കോട്ടെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇറേസ് ചെയ്തെടുത്താൽ മതി പിന്നെ. അപ്പോൾ ഈ ലൈൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റിയ അത്ര നല്ലത്. എന്നാലും പുറത്തായി എന്ന് കരുതിയിട്ട് വലിയ ഇതാക്കൊന്നും വേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ എടുക്കുക, ഇറേസ് ചെയ്യുക. ലൈൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും. കാരണം എന്താ, നമ്മളിത് വേറെ ലെയറിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എപ്പോഴും നമ്മൾ പെർഫെക്ഷൻ നോക്കണം എന്ത് ചെയ്യുമ്പോഴും. എന്താണ് ഇത് കറക്റ്റ് തന്നെ അല്ലേ? റബ്ബർ ഈ ഇറേസർ ഉണ്ട്, ഇറേസറിൽ ഇതുപോലെ ബ്രഷസിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇറേസറിലും എന്ത് ടൈപ്പ് ഇറേസർ വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. എപ്പോഴും നമ്മൾ വൃത്തിയാക്കി വെക്കണം നമ്മുടെ പെയിൻറ്റിങ്സ് എല്ലാം. എന്ത് ആർട്ടാണെങ്കിലും ഇങ്ങനെ പുറത്തേക്കാവാതെ ഇറേസ് ഒക്കെ ചെയ്ത് വൃത്തിക്കാക്കിയിട്ട് വെക്കണം കേട്ടോ. അത് ശ്രദ്ധിക്കണേ. ഇതെല്ലാം ഉണ്ട്, കുറേ പുറത്തേക്ക് പോയിട്ടുണ്ട്. അത് ബാക്ക്ഗ്രൗണ്ട് കളർ ഓൺ ചെയ്താൽ ശരിക്കും കാണാൻ പറ്റും. അത് ബാക്ക്ഗ്രൗണ്ട് കളർ ഓൺ ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ഞാനിതൊക്കെ വൃത്തിയാക്കി അല്ലേ. ഇപ്പോൾ കുറച്ചും കൂടെ വൃത്തിക്ക് കിട്ടിയില്ലേ സ്കിൻ കളറ്. അപ്പം അത് നമ്മൾ വിചാരിക്കും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു എന്ന്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് ചെയ്താൽ മനസ്സിലാവും അതിൻ്റെ എത്രത്തോളം വൃത്തികേടുണ്ട്. അപ്പം നമ്മൾ ആദ്യം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഞാനെങ്ങനെയാണ് ചെയ്യൽ കേട്ടോ. ഇതൊന്നും എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ലേ, ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്നുള്ളത് ഞാൻ തന്നെ പഠിച്ചെടുത്തതാണ്, ആരും പറഞ്ഞു തന്നിട്ടില്ല. അപ്പം ഇത് നമുക്ക് തോന്നി ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന്. പക്ഷേ ചെയ്ത് വരുമ്പോഴാണ് ഓരോന്നിൻ്റെയും ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവാം. അപ്പം അതിന്ന് നമ്മളായിട്ട് തന്നെ പല ടെക്നിക്സും അങ്ങ് പഠിക്കലാണ്. ഓക്കെ, പഠിച്ചെടുക്കലാണ്. അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് തന്നെ പഠിച്ചിട്ടുണ്ട്, ആരും പറഞ്ഞു തന്നിട്ടില്ല, ഒറ്റയ്ക്ക് തന്നെ. കോഴ്സൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിച്ച സമയത്ത് എന്താ പറയുക, ഇതൊക്കെ ഞങ്ങൾക്ക് ആകെ 10-12 ക്ലാസ്സാണ് ഈ ഡിജിറ്റൽ പെയിൻറ്റിങ്ങിൻ്റെ ഡിജിറ്റൽ ഇത് കിട്ടിയിട്ടുള്ളത്. അതന്നെ നമുക്ക് അഡോബ് ഫോട്ടോഷോപ്പും ഇല്ലസ്ട്രേറ്ററും ഈ 2 ക്ലാസ്സസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പ്രൊക്രിയേറ്റ് ഭയങ്കര ക്രേസാണ്, ഇഷ്ടമാണത് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ അവിടുന്ന് ടൂൾസൊക്കെ ഇങ്ങനെ ടീച്ചേഴ്സ് പറഞ്ഞു തരുമല്ലോ. അപ്പോൾ മാം ഇങ്ങനെ ടൂൾസൊക്കെ പറഞ്ഞു തന്നു, ഫോട്ടോഷോപ്പിൻ്റെ ഇല്ലസ്ട്രേറ്ററിൻ്റെ. എന്നിട്ട് അത് എൻ്റെ പണി ആ ടൂൾസൊക്കെ പ്രൊക്രിയേറ്റിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. കാരണം പ്രൊക്രിയേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഫ്രീ ആയിട്ട് എടുത്തിരുന്ന ക്ലാസ്സില്ലേ, അതിൻ്റെ ഒരു റേറ്റ് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ എത്രയാണ് എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കാം. അപ്പം മനസ്സിലാവും എത്ര പൈസ ഉണ്ട് ഇത് പഠിക്കാൻ എന്ന്. ഓക്കെ, അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമല്ല, നല്ല റേറ്റുള്ള ഒരു കോഴ്സാണ് പ്രൊക്രിയേറ്റിൻ്റെ കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചേട്ടോ, കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് അതിനൊരു വിലയുണ്ട്. ഇതെത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്നുള്ളതും അറിയാം. ആരും പറഞ്ഞുതരാനും ഇല്ല ഇവിടെ. അത് പറഞ്ഞുതരാന്ന് കുറവാണ് നമ്മുടെ നാട്ടിൽ ഇത് പഠിപ്പിക്കുന്നത്. കുറച്ച് എല്ലാം പുറത്തുള്ള കോഴ്സസാണ് കൂടുതലും. എന്താണ് അത് ഓൺലൈനായിട്ടുള്ളതേ നമുക്ക് കിട്ടുന്നുള്ളൂ. അത് എത്രത്തോളം എന്താണ് വിശ്വസിക്കാൻ പറ്റുന്നുള്ളതും അറിയൂല. അങ്ങനെയുള്ള ഒരുമാതിരി അവസ്ഥ ആയിരുന്നു. പിന്നെ ഇതിനോടൊരു ഇൻട്രസ്റ്റ് എന്തായാലും വേണം, താല്പര്യം എന്ന് പറയണതേ. ആ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും താല്പര്യത്തോടു കൂടി ചെയ്താലേ കാര്യമുള്ളൂ. ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല കേട്ടോ.
നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനീ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഇതൊക്കെ അവനവൻ്റെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെ ഒരു കളർ ചേഞ്ചും ഷെയ്ഡിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. നമ്മൾ ഏതൊരു ആർട്ടിലും ഷെയ്ഡിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഷെയ്ഡ് ചെയ്തെടുക്കുക, ബ്ലെൻഡ് ചെയ്യുക. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം ലാസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു വൃത്തിയായി വരുന്നുണ്ടോ? അപ്പം ഇത് എങ്ങനെ ട്യൂട്ടോറിയൽ എടുക്കുന്നത്? കാരണം ഇതൊക്കെ നല്ല ടൈം ടേക്കിംഗ് സംഭവമാണ്. ഇതൊക്കെ നല്ല ടൈം എടുക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ നമുക്ക് എന്താണ് ഇങ്ങനെ പതുക്കെ പഠിച്ചെടുക്കാം കേട്ടോ. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് കളർ ചെയ്തിട്ട് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ഓഫാക്കിയിട്ട് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഒന്നും കൂടെ കളർ ചെയ്താൽ നല്ല ഭംഗിയിൽ നമുക്ക് ക്രോക്കി കിട്ടും. ഓക്കെ, ടൈം എടുക്കുന്നേ ഉള്ളൂ, പക്ഷെ നമ്മുടെ ക്രോക്കി സൂപ്പറാവും. പുറത്തായിക്കോട്ടെ, പുറത്തൊന്നാണ് പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് പിന്നെ ഇറേസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. സോ നമ്മളിപ്പം ജസ്റ്റ് ഒരു ക്രോക്കി ഔട്ട്ലൈൻ ചെയ്തിട്ട് സ്കിൻ റെൻഡർ ചെയ്തു അല്ലേ? ജസ്റ്റ് ഒന്ന് സ്കിൻ റെൻഡർ ചെയ്തു. ഇനി അപ്പോൾ നമ്മൾ ഇതിൽ എങ്ങനെ ഒരു ഫയല് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇൻസേർട്ട് ചെയ്യാന്ന് പഠിച്ചു. ലെയേഴ്സ് എങ്ങനെ എടുക്കുക എന്നുള്ളത്, ആഡ് ചെയ്യുക എന്നുള്ളത് പഠിച്ചു. റീനെയിം ചെയ്യുന്നത് പഠിച്ചു. ഓരോ ലെയേഴ്സിൽ വേറെ വേറെ ലെയേഴ്സിൽ ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത് പഠിച്ചു അല്ലേ? ജസ്റ്റ് ഒരു ക്രോക്കി വരച്ചു, നമ്മൾ റെൻഡർ ചെയ്തു. ഇനി നമുക്ക് ഈ ക്രോക്കിയിൽ ഹെയർ കൊടുക്കാം. ഹെയർ നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു ലെയർ എടുത്തിട്ട് ആ ലെയറിൽ നമുക്ക് ഹെയർ ചെയ്യാം. ഇനി ഫേസ് ചെയ്യണമെങ്കിൽ വേറൊരു ലെയർ എടുക്കുക, ഫേസ് ചെയ്യാം. ഫേസ് ഒന്നും ചെയ്യേണ്ട, ഇങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ അതും ചെയ്യാം. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഞാൻ ജസ്റ്റ്
വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു ക്രോക്കിയിൽ ഒരു ഗാർമെൻറ്റ് വരച്ചിട്ട് കാണിക്കാം. ഈ ക്രോക്കിയിൽ തന്നെ നമുക്ക് ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്യാന്നുള്ളത് പഠിക്കാം, ഒരു ഗാർമെൻറ്റ് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് പഠിക്കാം. ഓക്കെ, അപ്പം അതുവരെ എല്ലാവരും എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ഇടുന്നത് വരെ എല്ലാവർക്കും ബൈ.